ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 149 പേർക്ക് പരിക്കേറ്റതായിട്ട് തീർച്ചയായും അജയ്, എന്തായാലും ഇറാന് ശേഷം ലബനൻ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും ഈ തീവ്രവാദ സംഘടനകൾക്ക് സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. പക്ഷേ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കുവൈത്ത് വ്യോമാതിർത്തിയിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണിട്ടുണ്ടല്ലോ. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയാണോ ഇത്? നിലവിൽ അത്തരമൊരു പ്രകോപനം ആരുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇറാനാണ് ഇത്തരത്തിൽ കുവൈറ്റിലുള്ള ഈ F-15 വിമാനം വെടിവെച്ചിട്ടത്. ഇന്ന് രാവിലെ കുവൈറ്റിന് മുകളിലൂടെ പറന്നിരുന്ന ഒരു നിരീക്ഷണ ആവശ്യത്തിനുള്ള ഒരു വിമാനമായിരുന്നു F-15. അപ്പോൾ ഇതിലേക്ക് ഇറാൻ ഒരു മിസൈൽ ഇന്ന് രാവിലെ തൊടുത്തുവിടുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഈ വിമാനം പൂർണ്ണമായിട്ട് തകർന്ന് താഴെ വീഴുകയും ഇതിലുള്ള പൈലറ്റ് പിന്നീട് രക്ഷപ്പെടുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഈ വിമാനം തകർന്ന് താഴെ വീണെങ്കിലും പൈലറ്റ് ആകാശത്ത് വെച്ച് തന്നെ പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിൽ നിന്ന് സെൽഫ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ F-15 വിമാനം എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിമാനമാണ്. അവരുടെ ഒരു അഭിമാന സ്തംഭം എന്നുള്ള രീതിയിൽ അവർ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ ഈ വിമാനത്തിന് ഇപ്പോൾ നാശം സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും US-ന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും നേരിട്ട് US-ലേക്ക് ആക്രമണം നടത്താൻ അല്ലെങ്കിൽ അത്തരമൊരു കടുത്ത നീക്കങ്ങളിലേക്ക് ഒരിക്കലും ഇറാന് കടക്കാൻ സാധിക്കില്ല. അത്ര വലിയ ദീർഘദൂര മിസൈലുകളൊന്നും ഇറാനിലില്ല. പക്ഷേ ഈ സൈനിക കേന്ദ്രങ്ങൾ, ഇവിടെയുള്ള മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക കേന്ദ്രങ്ങൾ, ഇതുപോലെ US-ന്റെ ആയുധങ്ങൾ, ഇവയ്ക്കെല്ലാം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ, ഇവയെല്ലാം നശിപ്പിക്കാൻ ഇറാന് വേണമെങ്കിൽ സാധിക്കും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ F-15 വിമാനത്തിന് ഈ നാശം സംഭവിച്ചത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇറാൻ ആക്രമണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കുവൈറ്റിലുള്ള US എംബസിയിലേക്ക് നടന്ന ആക്രമണമാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ US എംബസിയിലേക്ക് ആക്രമണം നടന്നത്. ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ സാധ്യത US കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. ഇത് കാരണം അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും മറ്റ് പ്രതിനിധികൾക്കും US പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കാരണം ഇന്ന് രാവിലെ അവർ ഈ US എംബസിയിൽ എത്തിയിരുന്നില്ല. അവർ ജാഗ്രതയിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ താമസിക്കുകയായിരുന്നു. ഈ ആക്രമണം നടന്നതിന് ശേഷം US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. അവർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇവിടെ കുവൈറ്റിലുള്ള US പൗരന്മാരോട് ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ യാതൊരു ആവശ്യങ്ങൾക്കും വേണ്ടി എംബസിയെ സമീപിക്കരുത്, എംബസി കെട്ടിടത്തിലേക്ക് പോകരുത് എന്ന് പൗരന്മാർക്ക്